ഹായ്. ഈ നമ്മൾ എല്ലാരും കോമഡി ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. സ്കൂളിൽ സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നാ എന്നാ അതേ ഡയലോഗ് പറയാനാണ് ഞാനും വന്നത്. സ്കൂളിൽ സ്പോർട്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ ഡിസ്കിന് പണി കിട്ടി. അതായത് രമണ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ജമ്പ് ആൻഡ് ലോങ് ജമ്പ് ക്ലിയർലി നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഒരു ആ, ഒരു ഫ്ലോയി സാൻഡിലാണ്. ചില സമയത്ത് ചാടി ചാടി ആവുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പോവും, നമ്മൾ ഇടുപ്പൊക്കെ കുത്തി വീഴും. അന്ന് ജസ്റ്റ് ഇടുപ്പിലൊരു അമ്മോ വേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ PT സാർ പറയും, 2 സ്ട്രെച്ചസ് തരും, ജസ്റ്റ് ഒരു റൗണ്ടും തരും. നമ്മളത് ചെയ്യും. അതവിടെ പണി തീർന്നു. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയി ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ, that means we are doing it for 10 to 12 years continuously. What happens is there will be a wear and tear if it continuously happens. അത് നമ്മളുടെ ബോഡീനെ അത്ര എഫക്റ്റ് ചെയ്യുമൊന്നുമില്ല. ഒരു 30-35 mid-30s വരുന്നത് വരെ എഫക്റ്റ് ചെയ്യുമൊന്നുമില്ല, തീരെ എഫക്റ്റ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നില്ല. എന്റെ കേസ് അങ്ങനെ, there was wear and tear. പക്ഷെ ആ wear and tear നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ വി ലെറ്റ് ഇറ്റ് ഗോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഇടുപ്പ് വേദന വരുമായിരുന്നു ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ്, സ്കൂൾ ടൈമിംഗ് കഴിഞ്ഞു, കോളേജ് ടൈമിംഗിലും സെയിം സിറ്റുവേഷൻ, വിത്തൗട്ട് എനി ബെഡ് ആൻഡ് ഓൾ, കുഷൻ ബെഡ് ആൻഡ് ഓൾ. സോ ഇറ്റ് drag on like that. And in between I switched between this long jump, high jump, with disc, javelin and shot put. So literally we don't use any belt, right? Whenever we are doing this, there is a very clear precaution that is to be taken. Like നമ്മളൊരു ഷോൾഡർ ജോയിന്റ്സ് മൂവ് ആവാതിരിക്കാൻ വേണ്ടി ഷോർട്ട് പുട്ടിനൊക്കെ ഒരു ബെൽറ്റ് ഇടും. സോ നമ്മളതൊന്നും ചെയ്യുന്നില്ലല്ലോ. ഈ 2 കേസാണ്. അപ്പം നമ്മളതങ്ങനെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരും. അതായത് റൈറ്റ്, നമ്മളിങ്ങനെ റെക്കോർഡുകളൊക്കെ എഴുതാനിരിക്കുമ്പോൾ കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒരു ബാക്ക് പെയിൻ ആൻഡ് എഴുതലിന് ബുദ്ധിമുട്ട് വരും. പിന്നെ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഈ നീറ്റിന്റെ എക്സാമിന്, നീറ്റിന്റെ അല്ല, ഗേറ്റിന്റെ എക്സാമിന് പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പെയിൻ കാണുന്നത്. സോ ഗേറ്റിന്റെ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറേ നേരം ഈ പ്രിമിസിന്റെ അകത്ത് കയറിയിട്ട് എവിടെയെങ്കിലും ഇരിക്കണം. സോ നല്ല ചൂട് ആൻഡ് ഒഴുകുകയാണല്ലോ, നമ്മൾ പാലക്കാട് എന്ന് പറയുമ്പോൾ ഒഴുകാണല്ലോ. സോ അങ്ങനെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ കയറി. അപ്പൊ നല്ല തണുപ്പ്, ഫാനൊക്കെ ഉണ്ടായിരുന്നു, നല്ല തണുപ്പ്. 1 hour ഫാന് കംപ്ലീറ്റ് തിരിയുന്നുണ്ടായിരുന്നു. നമ്മൾ ആ വേർക്കലൊക്കെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഗേറ്റിന്റെ എക്സാം കഴിയുന്നത് വരെ കറണ്ട് വന്നിട്ടില്ല. അപ്പൊ പിന്നെയും അങ്ങ് വേർത്തു. ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എനിക്ക് കാറിലിരിക്കാൻ പറ്റണ്ടായി, ബസ്സിലിരിക്കാൻ പറ്റണ്ടായി, അങ്ങനെ പ്രശ്നങ്ങളായി. വീട്ടിലെത്തുമ്പോഴേക്കും നീരൊക്കെ നിറഞ്ഞ് പിന്നെ എപ്പോഴേക്കും ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. സോ അന്ന് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വൽ പെയിൻ അല്ലേ, ഞാൻ ഒരു ഹോമിയോപ്പത്തിനെ, ചെറുപ്പം മുതലേ ഹോമിയോപ്പത്തിയാണ് കാണിക്കുക. സോ ഇപ്പൊ ഹോമിയോപ്പത്തിനെ കാണിച്ചു, ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹോമിയോ ഡോക്ടർ പെയിനുള്ള മരുന്ന് തന്നു, അത് പോയി. സോ നമ്മളത് അത്ര ക്ലിയർ ആക്കി എടുത്തില്ല. ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദീസ് തിങ്സ് റിട്ടേൺഡ് ഇൻ ഹൈ ഇന്റൻസിറ്റി. ദാറ്റ് മീൻസ് പ്രഗ്നൻസിയുടെ ടൈമിൽ വി ആർ ആക്ച്വലി ക്യാരിയിങ് ദി കിഡ് വിത്ത് എ വെയിറ്റ് ദാറ്റ് ഇസ് ബീൻ എഫക്റ്റിംഗ് അവർ സ്പൈൻ. ആൻഡ് the second one, the epidural on the spine. Third one, after a C-section, we cannot use the abdomen muscles, so we are taking the hand support.
So continuous hands up, this also triggered. The cuff muscles wear and tear also triggered. Then from the very first moment itself, I lost the mobility. Like whenever there is a heat, like during April May season, usually a 15 days halt will come, and I cannot even step. My back and my this thing, cuff, shoulder cuff, pains like hell. I tolerated that for 4 years. This is the fourth year which I clearly lost control out, and doctors cannot actually understand what happened. So they prescribed an MRI, and yes, spondylitic changes. So there was wear and tear, there is spondylitis, there is disc bulge, uh, cuff muscles, the cervical issues. That means total lumbar and cervix was damaged, and there is no other possible reason other than the delivery and these sports issues. I take care of my health very seriously, and 30 years കഴിഞ്ഞതിന് ശേഷം I started a little bit of multivitamins and things. So my blood reports are always perfect. My vitamins are always under this thing. But yeah, this happened. കണ്ടിന്യൂസ് 4 years ആയിട്ട് റിക്കറിങ് ചെയ്യുന്നൊരു സാധനം. സോ നമ്മൾ ആ പെയിൻ വരുമ്പോൾ നമ്മളുടെ ബാക്ക് ബോൺ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം പെയിൻ ഇല്ലാതെ നിർത്തും. ദാറ്റ് റിസൾട്ടഡ് ഇൻ പെൽവിക് ടിൽറ്റ്, ബാക്ക് ബോൺ ടിൽറ്റ്, cervical tilt, everything, shoulder muscles tilt. So yeah, that has also happened. And whenever ingoru issue vannu, whenever I was going to any hospital, that is clearly neurosurgeon, orthosurgeon, and physiotherapy and all, no help, no help. They give that little breakdown that we can actually hope for by just decompressing our spine. It's not permanent. Nobody had even got a 1% complete cure from that thing. Okay, because വെറുതെ കുറെ മൾട്ടിവിറ്റമിൻ കഴിക്കുക, കുറെ പെയിൻ കില്ലേഴ്സ് കഴിക്കുക എന്നല്ലാണ്ട് ലിറ്ററലി ഇവരുടെ അടുത്ത് ആരുടെ അടുത്തും ഇതിന് മെഡിസിൻ ഇല്ല. അങ്ങനെ ഞാൻ എല്ലാം വിട്ടു കഴിഞ്ഞപ്പം ഐ വുഡ് സേ ഗോഡ്സ് ഗ്രേസ്, ഞാൻ വിളിക്കുന്ന ഏതൊക്കെയോ ദൈവങ്ങൾക്ക് നന്ദി പറയാണ്. ഈ ഹോമിയോപ്പത്തിക് മെഡിസിൻ, ചെറുപ്പം മുതലേ കണ്ട ഹോമിയോപ്പത്തിക് മെഡിസിൻ്റെ ഡോക്ടർ, who is actually 90 years old, just looked at me and told like, ഞാൻ ഒരാളുടെ നമ്പർ തരാം, ഇതൊരു ഹൈ സ്പോണ്ടിലിറ്റിക്കിന്റെ ഡാമേജ് ആണ് കാണുന്നത്, ഞാൻ ഒരാളുടെ നമ്പർ തരാം, ഹി ക്യാൻ ഹെൽപ്പ് യു, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഡോക്ടറുടെ നമ്പർ തന്നു. That is Dr. Anoop's number. I went the very next day. കിട്ടി നെക്സ്റ്റ് ഡേ തന്നെ, ആദ്യം തന്നെ MRIയുടെ റിപ്പോർട്ട് അയച്ചു കൊടുത്തു, എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോന്ന് അറിയാം. He asked me to come. I went there and all he wanted was to rest. നമ്മൾ റെസ്റ്റ് ചെയ്യുക, സ്ട്രെസ് എടുക്കാതിരിക്കുക. Remaining, he'll do the magic. He and his team actually does magic.